യേശുക്രിസ്തുവിനെ കുരിശിലേറ്റുകയും അടക്കം ചെയ്യുകയും ചെയ്തുവെന്ന് വിശ്വസിക്കുന്ന ജെറുസലേമിലെ വിശുദ്ധ ദേവാലയമാണ് ഹോളി സെപ്പൽച്ചർ ചർച്ച്. ഈ ദേവാലയത്തിലേക്ക് ഫലസ്തീൻ ക്രിസ്ത്യാനികൾ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ലോകമെമ്പാടുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ക്രിസ്തുമതം ഉയരെടുത്ത ജെറുസലേമിൽ വിശ്വാസത്തിന് വരെ വിലക്കേർപ്പെടുത്തിയ ഇസ്രായേൽ നടപടി ചർച്ചയാവുകയാണ്. ഫലസ്തീനി വംശജരായ ക്രിസ്ത്യാനികളാണ് പഴയ നഗരത്തിൽ പ്രവേശിക്കുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ നേരിടുന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള 200 ക്രൈസ്തവ നേതാക്കൾക്ക് പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും സഭാംഗങ്ങൾക്ക് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അനുവാദം നൽകിയില്ല. വെള്ളിയാഴ്ചയായ ഇന്നലെ വളരെ ചുരുക്കം വിശ്വാസികൾ മാത്രമാണ് ചർച്ച് ഓഫ് ഹോളി സെപ്പൽച്ചർ കേന്ദ്രീകരിച്ച് നടന്ന കുരിശിന്റെ വഴിയെ ചടങ്ങിൽ പങ്കെടുത്തത്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം കാരണം പഴയ നഗരം അസാധാരണമാം വിധം ശൂന്യമാണ്. തങ്ങളുടെ ആരാധനാലയങ്ങൾ സന്ദർശിക്കാൻ ഫലസ്തീൻ ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്കതിന് അനുവാദമില്ല. ക്രിസ്ത്യാനികൾക്ക് സാധാരണയായി കിഴക്കൻ ജെറുസലേമിലേക്ക് പ്രവേശനം നൽകാറുണ്ട്. എന്നാൽ ഈസ്റ്റർ ദിനത്തിൽ പോലും വിശ്വാസത്തിന് വിലക്കേർപ്പെടുത്തുകയാണ് ഇസ്രായേൽ. ഇരുണ്ട ദിവസങ്ങളാണിതെന്ന് ബത്ലഹേമിലെ ക്രൈസ്തവ പുരോഹിതൻ മുൻദർ ഐസക് പറഞ്ഞു. ജെറുസലേം ബത്ലഹേമിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ 20 മിനിറ്റ് മാത്രം അകലെയാണ്. ക്രിസ്ത്യാനികളായ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഇടമാണ് ജെറുസലേം, പ്രത്യേകിച്ച് ഈസ്റ്ററിൽ. ഹോളി സെപ്പൽച്ചർ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നത് ശീലമാണ് ഞങ്ങൾക്ക്. എന്നാൽ ഇന്ന് അതിന് സാധിക്കുന്നില്ല. അധിനിവേശത്തിന്റെ കീഴിലുള്ള ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലി കുടിയേറ്റക്കാർ ഓൾഡ് സിറ്റിയെ ഏതാണ്ട് നിരോധിത മേഖലയാക്കി മാറ്റിയതായി ക്രിസ്ത്യൻ യൂത്ത് കോർഡിനേറ്റർ റാഫിയും പറഞ്ഞു. ജെറുസലേമിനുള്ളിൽ നടക്കുന്ന പുരോഹിതനെയും കന്യാസ്ത്രീയെയും വരെ അവർ ആക്രമിക്കുകയാണ്. അവിടേക്ക് എത്തുന്ന തീർത്ഥാടകരെ പോലും വെറുതെ വിടുന്നില്ലെന്നും റാഫി പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിശ്വാസങ്ങൾക്ക് മേലെയും അധിനിവേശവും അടിച്ചമർത്തലും തുടരുകയാണ് ഇസ്രായേൽ. റമദാനിലെ 3ാമത്തെ വെള്ളിയാഴ്ച ഇന്നലെ അൽ അഖ്സ പള്ളിയിലേക്കുള്ള പ്രവേശനത്തിനും ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. 65 വയസ്സിന് താഴെയുള്ള പുരുഷന്മാർക്കും 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്കുമാണ് പ്രവേശന വിലക്ക്. എന്നാൽ ഇസ്രായേൽ സൈന്യം ഏർപ്പെടുത്തിയ വിലക്കുകളും നിയന്ത്രണങ്ങളും മറികടന്ന് ഇന്നലെ അധിനിവേശ കിഴക്കൻ ജെറുസലേമിലെ മസ്ജിദുൽ അഖ്സയിൽ 1.25 ലക്ഷം ഫലസ്തീനികൾ ജുമ നിർവഹിക്കാൻ എത്തിയിരുന്നു. ഇസ്ലാമിക് വഖഫ് ഡിപ്പാർട്ട്മെന്റാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. വിശ്വാസികൾ പ്രവേശിക്കുന്നത് തടയാൻ പള്ളിയുടെ കവാടത്തിലും ജെറുസലേം പഴയ നഗരത്തിലും ഇസ്രായേൽ സൈന്യം ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു.